വികസനം വേണ്ടിടത്ത് അത് തടയുന്ന നിലപാട് ഒരു കാലത്തും സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് അത് രാജ്യത്തിന് സമർപ്പിച്ചത്. കേരളത്തിലെ വലിയ പോർട്ടല്ല, രാജ്യത്തെ വലിയ പോർട്ട്. യഥാർത്ഥത്തിൽ ലോകത്തിലെ അപൂർവം വൻ തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം പോർട്ട്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനകരമായൊരു പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് എൽ ഡി എഫ് സർക്കാർ ശക്തമായ നിലപാട് തന്നെ എടുത്തു. കാരണം നാടിൻ്റെ വികസനത്തിന് ഒഴിവാക്കാൻ പറ്റാത്തതാണത്. എന്നാൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില അഭിപ്രായ ഭിന്നതകൾ എൽ ഡി എഫിനുണ്ടായിരുന്നു. ആ അഭിപ്രായ ഭിന്നത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം 2015 അതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞ് പിന്നീട് ആ പദ്ധതി 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് വേണ്ടെന്ന് വെച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്ത് ചെറുതായിരിക്കില്ല. കാരണം ആ കരാർ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പുതിയ തീരുമാനത്തിലേക്ക് കടന്നാൽ അതുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കുകളിലേക്ക് കടക്കും. എത്രയോ കാലമെടുക്കും തീരുമാനമെടുക്കാൻ. തീരുമാനം എന്താകുമെന്ന് ഉറപ്പായിട്ട് പറയാൻ ആർക്കും കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന നിലപാടെടുത്തത്. കാരണം നാടിന് ആ പദ്ധതി ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ അതിൽ ചില വ്യത്യസ്തതകൾ എൽ ഡി എഫ് ഉന്നയിച്ചത് തീർത്തും ശരിയായിരുന്നു എന്ന് കാണാൻ പറ്റും. പക്ഷെ അവിടെ നിന്നുകൊണ്ട് പദ്ധതിക്ക് തുരങ്കം വെക്കാനല്ല ശ്രമിച്ചത്. പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴോ വലിയ തടസ്സങ്ങൾ വന്നു. അതിനെ തടയാൻ ചില നീക്കങ്ങളുണ്ടായി. ഇപ്പോൾ അത് നടപ്പാവരുത് എന്ന തരത്തിലുള്ള ഇടപെടൽ വന്നു. അവിടെ ഗവൺമെൻറ് ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടു. കാരണം പദ്ധതി നാടിനാവശ്യമാണ്, രാജ്യത്തിനാവശ്യമാണ്, ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു പദ്ധതിയായിട്ടത് മാറും. ആ തരത്തിൽ തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു.